ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നതിന്റെ പേരിൽ നമ്മുടെ വീട്ടിലെ പല മനുഷ്യന്മാരും അനുഭവിക്കുന്ന ഒരു സൈലന്റ് പ്രൈസസ് ഉണ്ട്. അതിനെപ്പറ്റി ആരും അധികം സംസാരിക്കാറില്ല. നമ്മൾ കാണുന്ന പല മനുഷ്യന്മാരും പുറത്ത് വലിയൊരു യുദ്ധത്തിലാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ അവരനുഭവിക്കുന്ന സ്ട്രെസ്സും പെയിനും ഒക്കെ പലപ്പോഴും ആരും കാണാറില്ല. ഉള്ളിൽ വല്ലാത്തൊരു വെയിറ്റ് എടുക്കുന്ന സമയത്തും പുറത്ത് അവരിങ്ങനെ ചിരിച്ചു നടക്കാറുണ്ട്. എന്തിനാണ് അവരിങ്ങനെ കഷ്ടപ്പെടുന്നത്? സ്വന്തം കുടുംബത്തിന് നല്ലൊരു ഫ്യൂച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട്, സൂപ്പർ മാർക്കറ്റിലെ പ്രൈസ് ലിസ്റ്റ് നോക്കാതെ അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന സിനിമയിൽ വിൽ സ്മിത്ത് ബാത്റൂമിൽ മോനെ ചേർത്ത് പിടിച്ച് വാതിൽക്കൽ മുട്ടുന്ന സമയത്ത് കരയാതിരിക്കാൻ ചെവി പൊത്തിപ്പിടിക്കുന്ന ഒരു സീനുണ്ട്. അതുപോലെയാണ് പല മനുഷ്യന്മാരുടെ അവസ്ഥ. പുറത്തുള്ള അപമാനങ്ങളും ബിസിനസ്സിലെ തോൽവികളും ഫൈനാൻഷ്യൽ പ്രഷറും ഒന്നും ഒരിക്കലും വീട്ടിൽ അവരെ അറിയിക്കാറില്ല. അവരുടെ സ്വപ്നങ്ങളും സമാധാനവും അവർ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ മാറ്റിവെക്കും. ഇതൊരു ഒറ്റയാൾ പോരാട്ടമായി ഒരിക്കലും മാറാൻ പാടില്ല. ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം ജേണിയിൽ ജയിക്കാൻ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, വെറുതെ കഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. സ്മാർട്ടായിട്ട് ചിന്തിക്കണം, കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അസറ്റ്സ് ബിൽഡ് ചെയ്യുക. രണ്ട്, ഈ യാത്രയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പരാതികൾ പറയാത്ത, അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല വീടാണ്. പുറത്തെ യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് ആശ്വാസം നൽകുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും അവൻ ആഗ്രഹിക്കുന്ന ആ ഫൈനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാൻ സിമ്പിളായിട്ട് കഴിയും.